ഹലോ നമസ്കാരം, എല്ലാവർക്കും ഈസി സ്നാക്സിൻ്റെ സദ്യവടത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് സദ്യവടത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത് ഈസി ആയിട്ടുള്ള ഒരു രസമുണ്ട്. രസം സാധാരണ എല്ലാവരും വീട്ടിലെ പാക്കറ്റ് മേടിക്കുക അല്ലെങ്കിൽ കടയിൽ നിന്ന് അതിൻ്റെ ഇതായിട്ട് മേടിച്ചിട്ടൊക്കെ ഉണ്ടാക്കാറ്. പക്ഷേ ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു രസത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. പ്രത്യേകിച്ച് സദ്യയിൽ നമ്മൾ ഊണൊക്കെ കഴിഞ്ഞ് നമ്മുടെ വയറൊക്കെ നല്ല ഫുള്ളായിട്ടിരിക്കുന്ന സമയത്ത് രസം കുടിക്കുമ്പോൾ നമുക്ക് ഡൈജഷനും ഇതിനൊക്കെ നല്ലതാണ്. അപ്പോൾ രസം സദ്യയിൽ ഒഴിച്ചുവിടാൻ പറ്റാത്ത മറ്റൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറന്നു പോകരുത്. നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുമ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇതിന് മുമ്പത്തുള്ള വീഡിയോസിന് കണ്ടിട്ടിലേക്ക് കാണാം. മിക്കവാറും ഇത് നമ്മുടെ വെബ് സീരീസിന് ലാസ്റ്റ് വീഡിയോ ആവാനായിട്ട് ചാൻസ്. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുവാണ് ഈ സമയത്ത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ കിച്ചണിലേക്ക് പോയിട്ട് അടിപൊളി രസം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമുക്ക് രസം ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ കുറച്ച് സാധനങ്ങളൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ഞാൻ എന്താ ഇവിടെ ഇത്രയും വലിപ്പമുള്ള നമ്മുടെ ജാറില്ലേ, കുഞ്ഞു ജാർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഈ ഒരു ഇടത്തരം വലിപ്പത്തിലുള്ള ഇഞ്ചി കഷ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 കുടം വെളുത്തുള്ളി തൊലി കളഞ്ഞ് വെച്ചതാണ് കേട്ടോ. മൂക്കാത്ത വെളുത്തുള്ളി ആണെങ്കിൽ തൊലിയപ്പൊടി ചേർക്കാം. ഇതിപ്പോൾ നല്ല മൂത്ത വെളുത്തുള്ളി ആയതുകൊണ്ടാണ് ഞാൻ തൊലി കളഞ്ഞത് കേട്ടോ. ഇതിലോട്ട് എരിവിന് ആവശ്യത്തിന് ഞാനിപ്പോൾ ഒരു 1/2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് കുരുമുളക് ചേർക്കുന്നുണ്ട് കേട്ടോ. മുഴുവൻ കുരുമുളക്, പൊടിച്ചതല്ല, ഇങ്ങനെ മുഴുവനെ പൊടിക്കാത്ത കുരുമുളകില്ലേ അത്. അതേപോലെ തന്നെ ഒരു 1/4 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ഉലുവയും ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. അമ്മിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മിയിൽ ചതയ്ക്കാം. ഞാനിപ്പോൾ എളുപ്പത്തിന് മിക്സിയിൽ ഈ ചെറിയ ജാറിലിട്ടാണ് ചതയ്ക്കുന്നത്. അരഞ്ഞു പോകരുത്, ചതയ്ക്കാനേ പാടുള്ളൂ കേട്ടോ. അപ്പോൾ അതാ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഇതിനെ ചതയ്ക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിന്ന് ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഞാനപ്പോൾ രസം ഉണ്ടാക്കാനായിട്ട് ഇതാ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടാക്കി കഴിയുമ്പോൾ അതിലൂടെ ഞാൻ ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് നല്ലെണ്ണ ഉണ്ട് ചേർത്ത് കൊടുക്കുന്നത്. നല്ലെണ്ണ ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. നമ്മൾ കടുകെണ്ണ അല്ലെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ ചേർക്കാം. ഇനി നല്ലെണ്ണയും വെളിച്ചെണ്ണയും ഇല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഉപയോഗിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടാക്കി കഴിയുമ്പോൾ അതിലോട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ കടുകാണ് ചേർക്കുന്നത്. 1/2 ടേബിൾ സ്പൂൺ കടുക് നന്നായിട്ട് പൊട്ടുമ്പോക്കും ഒരു 1/4 ടേബിൾ സ്പൂൺ ഉലുവ കേട്ടോ. കടുകും ഉലുവ നന്നായിട്ട് മൂത്തേമ്പോക്കും ഒരു 3-4 വറ്റൽമുളക് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. വറ്റൽമുളക് മൂത്തേമ്പോക്കും 2 കറി. നമ്മൾ ചതച്ച് വെച്ചാൽ നമ്മുടെ കൂട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കുറച്ചും കൂടി എണ്ണ ചേർക്കുന്നുണ്ട് കേട്ടോ. ഈ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും അതേപോലെ തന്നെ കുരുമുളകിൻ്റെ ഒക്കെ പച്ചമണം നന്നായിട്ട് മാറും കേട്ടോ. ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത വെളുത്തുള്ളി ഇഞ്ചിയുടെയും പച്ചമണമൊക്കെ മാറിയിട്ട് നന്നായിട്ടൊരു വാസന വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ഇതിലോട്ട് ഒരു 2 ചെറിയ പഴുത്ത തക്കാളിയാണ് കേട്ടോ. നന്നായിട്ട് പഴുത്ത തക്കാളി വേണം. പിന്നെ നിങ്ങളുടെ പുളിക്കനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ. ഇതിലോട്ട് തക്കാളി വരാനായിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് വരണം. അപ്പോൾ ആ ടൈം വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഞാനതിലൊന്ന് മൂടി വെച്ച് വഴറ്റിയെടുക്കാം കേട്ടോ. നമ്മൾ ചേർത്ത് കൊടുത്ത തക്കാളി ഇപ്പോൾ നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. എണ്ണയൊക്കെ തെളിഞ്ഞു, തക്കാളി നന്നായിട്ട് വെന്തുടങ്ങിയിട്ടുണ്ട്. ഇതിലോട്ടുള്ള മസാലപ്പൊടികൾ ഈ ടൈമിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. നമ്മൾ ഓൾറെഡി ഇതിൽ കുരുമുളക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിൽ വെച്ചിട്ട് വേണം എരിവിന് ആവശ്യത്തിന് മുളക് പൊടി കേട്ടോ. ഞാൻ ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ചേർക്കുന്നത് കേട്ടോ. പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കുന്നത് കേട്ടോ. മല്ലിപ്പൊടി വളരെ കുറച്ച് മതി. നിങ്ങൾക്ക് ഇപ്പോൾ ഉലുവ മുഴുവനെപ്പൊടി ചേർക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ ഈ സമയത്ത് വറുത്ത് പൊടിച്ച ഉലുവപ്പൊടി ഒരു 1/4 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ചേർക്കാം. ഞാൻ എന്താ ഇവിടെ ഒരു 1/4 ടേബിൾ സ്പൂണിന് താഴെ കായപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഈ പൊടികളെല്ലാം ചേർന്ന് നന്നായിട്ടൊന്ന് വഴറ്റണം കേട്ടോ.
നമ്മുടെ പൊടികളുടെ എല്ലാത്തിൻ്റെയും പച്ചമണം നന്നായിട്ട് മാറണം. പൊടിയുടെ എല്ലാത്തിൻ്റെയും പച്ചമണം മാറിക്കഴിയുമ്പോഴേക്കും ഇതിലോട്ട് ഞാൻ ഒരു 1/2 കപ്പ് പുളിവെള്ളം ഉണ്ട് ചേർക്കുന്നത്. ഞാനിപ്പോൾ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്ത് അത് ഒരു 1/2 കപ്പ് വെള്ളത്തിൽ കുതിർത്തിയിട്ട് ആ വെള്ളമാണ് ചേർക്കുന്നത്. പുളി നിങ്ങളുടെ പുളിയുടെ സ്വാദിനനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ. ചില ആൾക്കാർക്ക് നല്ല പുളിയായിരിക്കും ഇഷ്ടം, ചില ആൾക്കാർക്ക് കുറവായിരിക്കും ഇഷ്ടം. അപ്പോൾ അത് നോക്കിയിട്ട് ചേർക്കാം കേട്ടോ. ഇതിലേക്ക് ഞാനിനി 2 കപ്പ് വെള്ളം ചേർക്കാം കേട്ടോ. രസം നിങ്ങൾക്ക് അറിയാലോ, നല്ല ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി ആയിരിക്കും. അപ്പോൾ നന്നായിട്ട് വെള്ളം കൂടുതൽ ഒഴിക്കണം. അപ്പോൾ ഞാൻ 2 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇത് തിളച്ചൊന്ന് കുറുകി വരും. ഇത് ഒത്തിരി അങ്ങനെ ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിലായിരിക്കില്ല കേട്ടോ, കുറച്ച് കുറുക്കൻ ഭാഗമായിരിക്കും. എന്നാൽ ഒത്തിരി കുറുകിയതായിരിക്കത്തില്ല. ആ ഒരു കൺസിസ്റ്റൻസിയാണ് എനിക്കിഷ്ടം. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കുറുകിയത് അധികം ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ വെള്ളം ചേർത്താൽ മതി കേട്ടോ. ഇതിലോട്ട് ഉപ്പും കാര്യങ്ങളൊക്കെ ആവശ്യത്തിന് ചേർത്ത് വെക്കണം കേട്ടോ. ചെറിയൊരു കഷ്ണം ശർക്കര ചേർക്കണം കേട്ടോ, നമ്മുടെ പുളിയും എരിവും എല്ലാം ഒന്ന് ബാലൻസ് ആവാനായിട്ട്. ഈ സമയത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിന് കായപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പം എൻ്റെ കുറച്ച് കായപ്പൊടി കുറവായിരുന്നു, എരിവ് ആവശ്യത്തിനുണ്ട്, കായപ്പൊടി കുറവായിരുന്നു. അപ്പം ഞാൻ കുറച്ചും കൂടി കായപ്പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു 1/2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് കായപ്പൊടി മാത്രം ചേർക്കുന്നുണ്ട് കേട്ടോ. കായപ്പൊടി കുറച്ച് പച്ചമ ചേർക്കണം നല്ലതാണ്. അപ്പം മണം നന്നായിട്ട് എടുത്ത് പറയും. ഇപ്പം ഞാൻ ഇറക്കുന്നതിന് മുമ്പും കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കണം നല്ലതാണ് കേട്ടോ. ഇപ്പം നമ്മുടെ എരിവും പുളിയും ഉപ്പും മധുരം എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഈ രസം നന്നായിട്ട് വെട്ടി തിളച്ച് ഒരു 5 മിനിറ്റ് നിങ്ങൾ തിളപ്പിക്കണം കേട്ടോ. അത് കഴിയുമ്പോഴാണ് കറക്റ്റ് കൺസിസ്റ്റൻസിയിലോട്ട് ആവുള്ളൂ. അപ്പോൾ അതവിടെ നന്നായിട്ട് തിളക്കട്ടെ കേട്ടോ. നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ രസം ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഇങ്ങനെ ഇച്ചിരി കുറുകിയിട്ടുള്ള ഒരു സ്റ്റേജിലോട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഏകദേശം ഒരു 10 മിനിറ്റിനടുത്ത് തിളപ്പിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം. സിമ്പിളായിട്ട് വേഗം തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രസമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഓണത്തിന് ഈ പ്രാവശ്യം രസമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലത്തെ അടിപൊളി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതേവരെ സ്റ്റേ ഹെൽത്തി. ബൈ.